നമസ്കാരം. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും അഭിമാനവുമായ തേജസ് യുദ്ധവിമാനം ഇന്നലെ ദുബായിലെ എയർ ഷോയ്ക്കിടയിൽ തകർന്നു വീണത് അതിൻ്റെ ആ ഞെട്ടൽ ഇനിയും നമുക്ക് മാറിയിട്ടില്ല. ഇത്തരം അപകടങ്ങളൊക്കെ തന്നെ എയർ ഷോ നടക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കാറുള്ളതാണ്. എങ്കിൽ പോലും തേജസ് എന്ന ഈ ഒരു വിമാനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു അഭിമാന പ്രതീകമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. നേരത്തെ പലപ്പോഴും നമ്മൾ റഷ്യയിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ വാങ്ങിയിരുന്നത്. MiG-21 പോലെയുള്ള വിമാനങ്ങളൊക്കെ തന്നെ കാലഹരണപ്പെട്ടു എന്ന് ഉത്തമബോധ്യമായ സാഹചര്യത്തിലാണ് ഇനി തദ്ദേശീയമായി തന്നെ നമുക്ക് വിമാനങ്ങൾ നിർമ്മിക്കാം എന്നുള്ള ഒരു ചിന്ത ഇന്ത്യയുടെ ഭരണാധികാരികൾക്കുണ്ടായത്. അങ്ങനെയാണ് ഈ ആത്മനിർഭർ പദ്ധതിയുടെ ഭാഗമായി എത്ര പുതിയ കണ്ടുപിടുത്തങ്ങളാണ്, അല്ലെങ്കിൽ എത്ര പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇന്ത്യ നടത്തിയത്. അതിൻ്റെ ഒരു വലിയ അഭിമാനകരമായ നേട്ടങ്ങളിലൊന്നായിരുന്നു ഈ തേജസ് എന്ന ഈ ഒരു യുദ്ധവിമാനം. ദുബായിൽ നടന്ന എയർ ഷോയിൽ 100-ലധികം രാജ്യങ്ങളാണ് പങ്കെടുത്തിരുന്നത്. അവിടെ നിന്നുള്ള വിമാനങ്ങളാണ് പങ്കെടുത്തത്. മാത്രമല്ല, ഈ ദുബായിലെ എയർ ഷോയുടെ ഒരു പ്രത്യേകത, ഇതിൽ പങ്കെടുക്കാനെത്തുന്ന മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെയും യുദ്ധവിമാനങ്ങളും മറ്റും കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, യുദ്ധവിമാനങ്ങളും അല്ലാത്ത വിമാനങ്ങളൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ അവർക്കത് വാങ്ങാനുള്ള ഒരു താല്പര്യം ഉണ്ടാകും. നമുക്ക് അവിടെ ആ സമയത്തിന് അത് സംബന്ധിച്ച് ചർച്ച നടത്താനൊക്കെ ഉള്ള അവസരം ഉണ്ടാകുമായിരുന്നു. എയർബസും ബോയിങ്ങും ഒക്കെ തന്നെ അവരുടെ ഏറ്റവും പുതിയ അത്യന്താധുനിക സംവിധാനങ്ങളുള്ള വിമാനങ്ങൾ, ബോയിങ്ങും എയർബസും ഒക്കെ തന്നെ അവരുടെ പുതിയ വിമാനങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ഈ ഒരു ദുബായ് എയർ ഷോയിലാണ്. അവരുടെ എയർബസിൻ്റെ A380 ഒക്കെ തന്നെ ഇപ്പോൾ ഈ പ്രദർശനത്തിന് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എമിറേറ്റ്സ് പോലുള്ള വിമാന കമ്പനികളൊക്കെ ഈ വിമാനം വാങ്ങുന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾ വിപുലമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിമാനത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ നമുക്കേറെ താല്പര്യമുണ്ട്. അതിൽ അന്വേഷണം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പൈലറ്റിന് ജീവൻ നഷ്ടമായി എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുഃഖകരമായ സത്യമായി അവശേഷിക്കുന്നു. ഈ പൈലറ്റിന് എന്തുകൊണ്ടാണ് ഈ വിമാനം അപകടം ഉണ്ടായപ്പോൾ ഇജക്റ്റ് ചെയ്ത് രക്ഷപ്പെടാൻ കഴിയാത്തതെന്നിനും വ്യക്തമായിട്ടില്ല. സാധാരണഗതിയിൽ യുദ്ധവിമാനങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ പൈലറ്റിനെ ഇജക്റ്റ് ചെയ്ത് രക്ഷപ്പെടാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടായിരിക്കും. കുറേ നാളുകൾക്ക് മുമ്പ് രാജസ്ഥാനിൽ ഇത്തരത്തിലുള്ള ഒരു തേജസ് വിമാനം തകർന്നു വീണപ്പോൾ അതിൻ്റെ പൈലറ്റ് സീറ്റ് ഇജക്റ്റ് ചെയ്ത് താഴേക്ക് ചാടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ എന്തുകൊണ്ടാണ് അത് നടക്കാതെ പോയത് എന്നുള്ളതിനെക്കുറിച്ചും അന്വേഷണം നടക്കും എന്നുള്ളത് ഉറപ്പാണ്. ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമായ സൂപ്പർ സോണിക് കോമ്പാക്ട് യുദ്ധവിമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട തേജസ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡാണ് അതിൻ്റെ പ്രധാന നിർമ്മാതാക്കൾ. മറ്റു പല സ്ഥാപനങ്ങളുടെയും കൂടെ സാങ്കേതിക സഹകരണത്തോടു കൂടി തന്നെ തദ്ദേശീയമായാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഇതിൻ്റെ എഞ്ചിനുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിരവധി വാർത്തകൾ നേരത്തെയും പുറത്തു വന്നിരുന്നതാണ്. പൂർണ്ണമായും നമ്മൾ ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു വിമാനം എന്ന നിലയിൽ നമ്മുടെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ തേജസിനെ നിരവധി തവണ അതിൻ്റെ സേവനങ്ങളെ, അതിൻ്റെ കഴിവുകളെയൊക്കെ കുറിച്ച് വാഴ്ത്തുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ദുബായ് എയർ ഷോയ്ക്കിടെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് ഈ വിമാനം മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കുന്നതിന് തടസ്സമാകുമോ എന്ന് പലരും സംശയം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഈജിപ്റ്റ്, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇത്തരം വിമാനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഇന്ത്യയെ ചർച്ച നടത്തിയിരുന്നതായി നേരത്തെ റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ വിദഗ്ധർ പറയുന്നത് അതൊന്നും ഇതിനെ ബാധിക്കുകയില്ല എന്നാണ്. ഒരു വിമാനത്തിന് അപകടം ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ കാര്യം മാത്രമാണ്. അതിൻ്റെ സാങ്കേതിക തകരാറ് എന്താണെന്നുള്ളത് പിന്നീട് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിയും. അതല്ലാതെ നിരന്തരമായി ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാക്കുന്ന ഒരു വിമാനമൊന്നും അല്ല തേജസ് എന്നുള്ളത് ഇതോടെ ഉറപ്പാണ്. മാത്രമല്ല, തേജസ് അതിൻ്റെ എല്ലാവിധ കഴിവും നേരത്തെ തന്നെ ലോകത്തിന് മുന്നിൽ തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിൽപ്പനയൊന്നും അത് ബാധിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. എങ്കിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊരു വലിയൊരു ദുഃഖകരമായ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ലോകോത്തര നിലവാരം പുലർത്തുന്ന ഒരു എയർ ഷോയിലാണ് നമ്മുടെ വിമാനം ഇത്തരത്തിലുള്ള ഒരു എയറോബിക് ഷോ നടത്തിയത്. അതായത് വിമാനം പലതവണ ഇങ്ങനെ വട്ടം കറങ്ങി വരുന്നതായിട്ടുള്ള ആ ഒരു പ്രകടനമാണ് അതവിടെ നടത്തിയത്. വിമാനം 2 തവണ വിജയകരമായി തന്നെ ഇത്തരത്തിൽ വട്ടം ചുറ്റുന്നത് പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ 3ാമത്തെ തവണയാണ് വിമാനം താഴേക്ക് പതിച്ചത്. ഒരു പക്ഷേ പൈലറ്റിന് ആ സ്ഥലവുമായുള്ള ആ ഒരു ബോധം നഷ്ടപ്പെട്ടു പോകുന്ന തലത്തിൽ ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയാണോ ഈ അപകടം സംഭവിച്ചത് എന്ന് സ്വാഭാവികമായി സംശയിക്കേണ്ടത്. കാരണം വിമാനം പലതവണ തലതിരിഞ്ഞും കറങ്ങിയൊക്കെ വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ശാസ്ത്രീയമായ ചില മാറ്റങ്ങളുണ്ട്, ജൈവപരമായ മാറ്റങ്ങൾ. അങ്ങനെയാണോ ഇത് സംഭവിച്ചതെന്ന് സ്വാഭാവികം സംശയിക്കുന്നുണ്ട്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് അറിയാൻ കഴിയുകയുള്ളൂ, ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത് എന്ന്. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഗവേഷണങ്ങൾക്കൊടുവിലാണ് ഇന്ത്യൻ എഞ്ചിനീയർമാർ തദ്ദേശീയവുമായി ഈ വിമാനത്തെ വികസിപ്പിച്ച് എടുത്തത്. ഏതായാലും ഈ വിമാനാപകടത്തിന് വലിയ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അട്ടിമറി വല്ലതുമാണോ എന്നുള്ള കാര്യമൊക്കെ തന്നെ അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധ സംഘം ദുബായിലെ അധികൃതരുമായി ചർച്ച നടത്തുന്നുണ്ട്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നഷ്ടം തന്നെയാണ്. എന്നാൽ ഇതൊരിക്കലും തിരിച്ചടിയാകുന്നില്ല എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. കാരണം
വിമാനാപകടങ്ങളൊക്കെ തന്നെ നിത്യസംഭവങ്ങളാണ്. പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങൾ ഇത്തരത്തിലുള്ള എയർ ഷോയിൽ പങ്കെടുക്കുമ്പോൾ നേരത്തെയും പല എയർ ഷോകളിലും ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. മറ്റ് ചില രാജ്യങ്ങളിലെ വിമാനങ്ങൾക്ക് അപകടം സംഭവിച്ചിട്ടുള്ളതാണ്, ഇന്ത്യയിലും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും ഇതിനെ നേരിട്ട് ബാധിക്കില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ വിമാനത്തിന് ഈ അപകടം ഉണ്ടായത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഇത് വെറും സാങ്കേതിക തകരാറ് മാത്രമാണോ? പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണോ? നേരത്തെ സൂചിപ്പിച്ച പോലെ പൈലറ്റിൻ്റെ ശാരീരിക ആരോഗ്യവുമായി ബന്ധപ്പെട്ടുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ? അതോ ഇതിൻ്റെ പിന്നിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ വിശദമായി പരിശോധിക്കേണ്ടി വരും. ഇത്രയധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു എയർ ഷോയിൽ നമ്മുടെ രാജ്യത്തിന് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു തിരിച്ചടി എന്ന് പറയാൻ കഴിയുകയില്ലെങ്കിൽ പോലും ഏറ്റവും ദുഃഖകരമായ ഒരവസ്ഥയാണ്. ദുബായ് എയർ ഷോയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ തേജസ്സിനെ അവിടെ എത്തിച്ചിരുന്നത്. കോയമ്പത്തൂർ സുലൂരിലുള്ള വ്യോമസേനത്താവളത്തിലാണ് നേരത്തെ ഈ വിമാനം സൂക്ഷിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഇത് ദുബായിലേക്ക് ഈ വിമാനം കൊണ്ടുപോവുകയും ചെയ്തിരുന്നത്. വിമാനം വളരെ താഴ്ന്ന ഉയരത്തിലും തലകീഴായും കുത്തനെ താഴേക്ക് പതിക്കുന്ന സാഹചര്യത്തിൽ വിമാനത്തിൻ്റെ ഇജക്ഷൻ സംവിധാനം പ്രവർത്തിക്കാൻ മതിയായ ഉയരമോ സമയമോ ലഭിക്കില്ല എന്നാണ് ചില വ്യോമയാന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതൊരു പരിധിവരെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അത് ശരിയുമാണ്. ഒരുപക്ഷെ അതുതന്നെ ആയിരിക്കാം ഈ വിമാന അപകടത്തിൽ പൈലറ്റ് കൊല്ലപ്പെടാൻ സാഹചര്യം ഒരുക്കിയത് എന്ന് വേണം കരുതാൻ. ഏതായാലും വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സിന് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ബോക്സ് കൂടി കണ്ടെടുത്താൽ മാത്രമേ കൃത്യമായി ഇതിൻ്റെ അപകട കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഇന്നലെ രാജ്യം മുഴുവൻ ദുഃഖിച്ച ഒരു ദിവസം തന്നെയായിരുന്നു. കാരണം നമ്മുടെ ഒരു അഭിമാനഭാജനമായ ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത ഒരു യുദ്ധവിമാനം എതിരാളികൾക്ക് അതിശക്തമായ തോതിലുള്ള ഭീഷണി ഉയർത്താൻ സാധ്യതയുള്ള ഒരു യുദ്ധവിമാനമാണ് അവിടെ തകർന്നു വീണത്.